ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ മെയിനായിട്ട് കൺജങ്ഷൻ ഡിസ്ജങ്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് റീകോൾ ചെയ്യാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? രണ്ടും ട്രൂ വരികയാണെങ്കിൽ മാത്രം നമ്മളെ ഫൈനൽ ആൻസർ എന്ത് വരും? ട്രൂ വരും. അല്ലാത്ത കേസുകളിലൊക്കെ നമ്മൾ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ഫോൾസ് ആണ് വരിക. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് ഏത് വരിക? കൺജങ്ഷൻ വരിക. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ജങ്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരുന്നു വരിക? ആദ്യത്തെ വാല്യൂ മാത്രം എന്ത് വരും? ട്രൂ വരും. ബാക്കി കംപ്ലീറ്റ് എന്താ വരിക? 4 പോസിബിലിറ്റിയാണ്. ബാക്കി കംപ്ലീറ്റ് എന്ത് വരും? ഫോൾസ് വരും. ഇതാണ് ഏത് വരിക? കൺജങ്ഷൻ. ഓക്കെ, ഡിസ്ജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ വരികയാണെങ്കിൽ നമ്മളെ ഫൈനൽ ആൻസർ എന്തായിട്ട് വരും? ട്രൂ ആയിട്ട് വരും. അങ്ങനെയുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ജങ്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഏതാ വരിക? ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ ആയാൽ മതി. അപ്പോൾ ടി ലാസ്റ്റിൽ 2 എഫ് ആണ്. അപ്പോൾ എന്ത് വരും? എഫ് വരും. ഇങ്ങനെയുള്ള ഓപ്പറേറ്ററാണ് ഏത് വരിക? ഡിസ്ജങ്ഷൻ വരിക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഓർ ആണ്. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുമ്പോൾ 2 പ്രപ്പോർഷൻ നമ്മൾ എടുക്കുക. പിയും ക്യൂ എന്നുള്ള 2 പ്രപ്പോർഷൻ. എക്സ്ക്ലൂസീവ് ഓർ ഓഫ് പി ആൻഡ് ക്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യുക പി എക്സ് ഓർ ക്യൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കോമ്പൗണ്ട് പ്രപ്പോർഷൻ ആണ്. പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്. രണ്ടും ഒരുമിച്ച് നടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ പി എന്ന് പറയുന്നത് 9 ഗ്രേറ്റർ ദാൻ 4. അതൊരു പ്രപ്പോർഷൻ ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 5 + 4 = 9. അങ്ങനെയാണെങ്കിൽ പി എക്സ് ഓർ ക്യൂ എന്ന് പറയുന്നത് 9 ഗ്രേറ്റർ ദാൻ 4 ഓർ 5 + 4 = 9 ബട്ട് നോട്ട് ബോത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്ന് ട്രൂത്ത് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. പി എന്ന് പറയുന്നത് 9 ഗ്രേറ്റർ ദാൻ 4, അത് കറക്റ്റ് ആണ്. അപ്പോൾ ട്രൂത്ത് വാല്യൂ എന്ത് വരും? ടി വരും. ക്യൂ എന്ന് പറയുന്നത് 5 + 4 = 9, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ട്രൂ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ പി എക്സ് ഓർ ക്യൂ എന്ത് വരും? 9 ഗ്രേറ്റർ ദാൻ 4 ഓർ 5 + 4 = 9 ബട്ട് നോട്ട് ബോത്ത്. രണ്ടും ഒരുമിച്ച് വരാനും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണോ? ഒന്നുകിൽ 9 ഗ്രേറ്റർ ദാൻ 4 അല്ലെങ്കിൽ 5 + 4 = 9. അത് ഒരുമിച്ച് വരാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ഫോൾസ് ആണ് വരിക. അതായത് പി എക്സ് ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും? എഫ് വരും. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ ആണ്. പി എന്ന് പറയുന്നത് 8 ഈസ് ആൻ ഈവൺ നമ്പർ. ക്യൂ എന്ന് പറയുന്നത് ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് കേരള. അപ്പോൾ പി എക്സ് ഓർ ക്യൂ എന്താ വരിക? 8 ഈസ് ആൻ ഈവൺ നമ്പർ ഓർ ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് കേരള ബട്ട് നോട്ട് ബോത്ത്. രണ്ടും ഒരുമിച്ച് നടക്കാനും പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരിക. എന്താണ്? പി എന്ന് പറയുന്നത് 8 ഈസ് ആൻ ഈവൺ നമ്പർ. നമുക്കറിയാം 8 ഒരു ഈവൺ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി വരും. ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് കേരള. കേരളൻ്റെ ക്യാപിറ്റൽ ഡൽഹി ആണോ? അല്ല. അപ്പോൾ ട്രൂത്ത് വാല്യൂ എന്താ വരിക? എഫ് വരും. ഇനി പി എക്സ് ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? 8 ഈസ് ആൻ ഈവൺ നമ്പർ ഓർ ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് കേരള ബട്ട് നോട്ട് ബോത്ത്. 8 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അതേപോലെ തന്നെ കേരളൻ്റെ ക്യാപിറ്റൽ എന്താണ്? ഡൽഹിയാണ്. ബട്ട് നോട്ട് ബോത്ത്. ഈ രണ്ടും ഒരുമിച്ച് വരൂല. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ട്രൂത്ത് വാല്യൂ എന്ത് വരും? ട്രൂ വരും. ക്ലിയർ? ഇനി മൂന്നാമത്തെ പ്രപ്പോർഷൻ എടുക്കുക. പി എന്ന് പറയുന്നത് 12 ഈസ് എ പ്രൈം നമ്പർ. ക്യൂ എന്ന് പറയുന്നത് ന്യൂഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ പി എക്സ് ഓർ ക്യൂ എന്ന് പറയുന്നത് 12 ഈസ് എ പ്രൈം നമ്പർ ഓർ ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ബട്ട് നോട്ട് ബോത്ത്. രണ്ടും ഒരുമിച്ച് നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, 12 ഈസ് എ പ്രൈം നമ്പർ. 12 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. 12 എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി ആണ്. ക്യൂ എന്ന് പറയുന്നത് ന്യൂഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി ആണ് വരിക. പി എക്സ് ഓർ ക്യൂ എന്ത് വരും? 12 ഈസ് എ പ്രൈം നമ്പർ ഓർ ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ബട്ട് നോട്ട് ബോത്ത്. അപ്പോൾ ഇവിടെ ബട്ട് നോട്ട് ബോത്ത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെയും ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി ആണ് വരിക. ഫൈനലായിട്ട് നോക്കുമ്പോൾ ആ സെൻറ്റൻസ് എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ടി വരും. നെക്സ്റ്റ് നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത്
there exists a natural number between 2 and 3. Q എന്ന് പറയുന്നത് 2 cube is equal to 9. അപ്പോൾ നോക്കുക, നമുക്ക് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് എന്ത് പറയുക? നാച്ചുറൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ ഈ 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മളെ പി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഈ പിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? എഫ് ആണ് വരിക, ഫോൾസ് ആണ്. പിന്നെ 2 ക്യൂബ് ഇസ് ഈക്വൽ ടു 9. 2 ക്യൂബ് 9 ആണോ? 2 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 × 2 × 2 ആണ്. അത് എത്രയാണ് വരിക? 8 ആണ്, 9 അല്ല. അപ്പോൾ ഇതിൻ്റെയും ട്രൂത്ത് വാല്യൂ എന്താ വരിക? എഫ് ആണ് വരിക. പക്ഷെ നോക്കുക, ഈ പി എക്സോർ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 2 and 3 ഓർ 2 ക്യൂബ് ഇസ് ഈക്വൽ ടു 9 ബട്ട് നോട്ട് ബോത്ത്. അപ്പോൾ എന്താണ് ഇവർ പറയുന്ന? ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും 2 and 3ൻ്റെ ഇടയിൽ. അതേപോലെ 2 ക്യൂബ് എന്താണ്? 9 ആണ്, ബട്ട് നോട്ട് ബോത്ത്. രണ്ടും ഒരുമിച്ച് ശരിയാവില്ല. അപ്പോൾ എന്താണ്? രണ്ടും ഒരുമിച്ച് ശരിയാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ് വരിക? എഫ് ആണ് വരിക. ക്ലിയർ? ഇത് ശരിക്ക് രണ്ടും തെറ്റായ ആൻസേഴ്സ് ആണ്. അപ്പോൾ രണ്ടും തെറ്റായ ആൻസർ ആയതുകൊണ്ട് തന്നെ ഇത് ശരിക്ക് ട്രൂ ആണ് വരേണ്ടത്. ബട്ട് നോട്ട് ബോത്തും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വന്നത്? എഫ് വന്നത്. ക്ലിയർ? അപ്പം നമ്മൾ നോക്കുക, ഈ 4 എക്സാമ്പിളിൻ്റെ അകത്തുനിന്നും നമുക്ക് കുറച്ച് കൺക്ലൂഷൻ കിട്ടും. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് പി ആൻഡ് ക്യൂ ബോത്ത് ഹാവ് ട്രൂത്ത് വാല്യൂ ടി, ദെൻ പി എക്സോർ ക്യൂ ഹാസ് ട്രൂത്ത് വാല്യൂ എഫ്. രണ്ടാമത്തത്, ഇഫ് പി ഹാസ് ട്രൂത്ത് വാല്യൂ ടി ആൻഡ് ക്യൂ ഹാസ് ട്രൂത്ത് വാല്യൂ എഫ്, ദെൻ പി എക്സോർ ക്യൂ ഹാസ് ട്രൂത്ത് വാല്യൂ ടി. മൂന്നാമത്തത് അതേപോലെ തന്നെ, പിൻ്റെ ട്രൂത്ത് വാല്യൂ എഫും ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ ടിയും ആണെങ്കിൽ പി എക്സോർ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും? ടി വരും. ഇനി ഫോർത്ത് വൺ, പിൻ്റെ എഫും ക്യൂവിൻ്റെത് എഫും ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി അല്ല, ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? എഫ് ആണ് വരിക. ക്ലിയർ? ഇനി നമ്മളതൊന്ന് ഫൈനലൈസ് ചെയ്യാം. ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യാം. ട്രൂത്ത് ടേബിളിൽ നമുക്ക് എന്തറിയാം? 4 പോസിബിലിറ്റി: ടി ടി, ടി എഫ്, എഫ് ടി, എഫ് എഫ്. അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഫൈനൽ ആൻസർ ആണ് എന്ത് വരുന്നത്? എഫ് ടി ടി എഫ്. നമ്മൾ മുന്നത്തെ കൺക്ലൂഷൻ എന്ത് ചെയ്തു? ഒന്ന് ടേബിളിൽ മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പി എക്സോർ ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ വരും. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, എക്സ്ക്ലൂസീവ് ഓർ. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഇത് നെഗേഷൻ. നെഗേഷൻ എന്ന് പറയുന്നത് ഒരു പി എന്നുള്ളൊരു പ്രപ്പോർഷനായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ മൂന്ന് സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് പി ഓർ സിംപ്ലി നോട്ട് പി. അപ്പോൾ നെഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, പി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നുകിൽ നോട്ട് പി എന്നുള്ള കേസാണ് വരിക, അല്ലെങ്കിൽ ഏത് കേസാണ് വരിക? ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ്. അങ്ങനെ രണ്ട് സെയിം തന്നെയാണ് വരുന്നത്. അങ്ങനെയാണ് ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുക? നെഗേഷനെ റെപ്രസെൻ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പം ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്നുള്ളത് എന്താ വരിക? August 15, 1960 ഈസ് ഫ്രൈഡേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെഗേഷൻ പി ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക. എന്താണ്? ഒന്നുകിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് August 15, 1960 ഈസ് ഫ്രൈഡേ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് പി. ഈ പിക്ക് പകരം ഇവിടെ എന്താണുള്ളത്? ഇതാണുള്ളത്. അതിവിടെ എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? August 15, 1960 ഈസ് നോട്ട് ഫ്രൈഡേ. ഇവിടെ ഏത് ഉപയോഗിച്ചാൽ മതി? നോട്ട് എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ ആൻസർ കറക്റ്റാണ്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി പറയാം. പി എന്ന് പറയുന്നത് എന്താണ്? ഓൾ മാത്തമാറ്റീഷ്യൻ ആർ മെൻ. എല്ലാ മാത്തമാറ്റീഷ്യനും മെൻ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ നെഗേഷൻ എന്ത് വരും? അതിൻ്റെ മുന്നിൽ എന്ത് ചേർത്താൽ മതി? ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് ഓൾ മാത്തമാറ്റീഷ്യൻസ് ആർ മെൻ. ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം? ഓൾ മാത്തമാറ്റീഷ്യൻസ് ആർ നോട്ട് മെൻ. ഒരു നോട്ടും കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇതാണ് ഏത് വരിക, നെഗേഷൻ വരിക. അപ്പം ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, പിന്റെ ട്രൂത്ത് വാല്യൂ ടി ആണെങ്കിൽ നെഗേഷൻ പിന്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും, എഫ് വരും. അതേപോലെ തന്നെ പിന്റെ എഫ് ആണെങ്കിൽ ട്രൂത്ത് വാല്യൂ എന്താ വരിക, ടി ആണ് വരിക. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആകെ ഒരു പ്രൊപ്പോർഷൻ മാത്രമേ ഉള്ളൂ, പി എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനാകെ രണ്ട് പോസിബിലിറ്റിയല്ലേ വരുള്ളൂ, ഒന്നുകിൽ അത് ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. അങ്ങനെയാണ് ഈ രണ്ട് പോസിബിലിറ്റീസ്. അങ്ങനെയാണെങ്കിൽ നെഗേഷൻ പി എന്താണ് വരിക, എഫ് ടി ആണ് വരിക. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിളായിട്ട് നമുക്ക് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു.